ചിന്മയ വിദ്യാലയ ചെങ്ങന്നൂർ അല്ലേ? അതെ. സ്വാമി ചിന്മയാനന്ദജി എന്നെ സ്ഥാപിച്ച സ്കൂളാണത്. അദ്ദേഹം തന്നെയാണ് അത് സ്ഥാപിച്ചത്. ഏതായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ദ്രോണർക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചത് ആര്? ഓപ്ഷൻ എ അഗ്നിവേശ്യൻ, ബി കൃപർ, സി വ്യാസൻ, ഡി കൃകലൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. അഗ്നിവേശൻ തന്നെ പറഞ്ഞു. ഓപ്ഷൻ എ അഗ്നിവേശൻ. അഗ്നിവേശൻ ലോക്ക് ചെയ്യട്ടെ? സംശയമില്ലല്ലോ. ഇല്ല. എ അഗ്നിവേശൻ ലോക്ക് ചെയ്യൂ. ആഗ്നേയാസ്ത്രം അഗ്നിവേശൻ, അത് അഗ്നി എന്ന് കണ്ടോണ്ടാണോ അത് പറഞ്ഞത്? അല്ല അല്ല അല്ല. കൃപറല്ലേ? അല്ല. ഉറപ്പാണോ? നിങ്ങൾ രണ്ടുപേരും പേര് ഒരുമിച്ചായതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. അല്ല അല്ല. ഏതായാലും എ അഗ്നിവേശ്യൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏതായാലും കറക്കി കുത്തിയതാണോ? അല്ല. ഉറപ്പാണ്? യാതൊരു സംശയമില്ല. ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ദ്രോണാചാര്യർ കൗരവ രാജകുമാരന്മാരുടെ കിണറ്റിൽ വീണ പന്ത് ഏത് പുല്ലുകൊണ്ടാണ് എടുത്തത്? എ കുശപ്പുല്ല്, ബി ദർഭപുല്ല്, സി ഇഷീക പുല്ല്, ഡി കൗശീതക പുല്ല്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ഇഷീക പുല്ല്. ഇഷീക പുല്ല് ലോക്ക് ചെയ്യട്ടെ? സി ഇഷീക പുല്ല്. ഞാനിത് ഇഷീക പുല്ലൊന്നും കേട്ടിട്ടില്ല. ദർഭപുല്ല് കേട്ടിട്ടുണ്ട്, അതാണ് നമ്മൾ സാധാരണ ഈ വക നല്ല കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. കുശപ്പുല്ലും അറിയാം. ഇത് കൗശീതക പുല്ലും ഇഷീക പുല്ലും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല. ദർഭപുല്ലല്ല, അതെനിക്ക് പോലും അറിയാം. അപ്പൊ കൗശീതക പുല്ലല്ല. അല്ല 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 അല്ല. സംശയമില്ല. ഇല്ല. യാതൊരു സംശയമില്ല. അപ്പൊ എന്നാ പിന്നെ അതല്ല, ഇഷീക പുല്ല് തന്നെയാണ്. സി ഇഷീക പുല്ല് ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. അതെ, അതന്നെ ഞാനും പറഞ്ഞു. ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. 20 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം, ഭരദ്വാജ സുഹൃത്തായ രാജാവാര്? എ വൃഷധ്വജൻ, ബി വൃഷധൻ, സി വൃഷധൻ, ഡി ശാരദ്വതൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഓപ്ഷൻ ബി വൃഷധൻ. ബി വൃഷധൻ ലോക്ക് ചെയ്യട്ടെ? സംശയമില്ലല്ലോ. ആലോചിക്കണ്ടോ? ഇല്ല. ലോക്ക് ബി വൃഷധൻ. എന്തോ വൃഷധനും വൃഷധനും തമ്മില് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ദ്രുപദന്റെ അച്ഛനാ വൃഷധൻ. അപ്പൊ ഭരദ്വാജ സുഹൃത്തായ രാജാവാര്? വൃഷധന്റെ മകനാണ് ദ്രുപദൻ. അപ്പം ദ്രോണരും ദ്രുപദനും സുഹൃത്താണല്ലോ, ഫ്രണ്ട്സ്. പിന്നെ ഇങ്ങനെ ഭരദ്വാജന്റെ സുഹൃത്താവണേ? ആന്നു. ഏതായാലും ബി വൃഷധൻ ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് പേരിൽ കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത്. വൃഷധ്വജൻ അതായിരുന്നു ശരി, അല്ലാതെ വൃഷധൻ അല്ല. വൃഷധ്വജൻ ശരിയായ ഉത്തരം അല്ല. ബി വൃഷധന് തന്നെയാണ് ശരിയായ ഉത്തരം. ഏതായാലും മൂന്നാമത്തെ ചോദ്യം വിജയകരമായിട്ട് പറഞ്ഞിരിക്കുന്നു. 30 മാർക്ക് കിട്ടി. അല്ലേ തേജസ്വിനി IFS പഠിക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ. അല്ല, അത് നമ്മളെ സേവിക്കാനായിട്ടെന്ന് പറയുന്നു. അതെ, സമൂഹത്തിനെ സേവിക്കാൻ. അതെ. കുട്ടിക്കാലം മുതൽ എനിക്ക് ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അന്നേരം ഞാൻ വായിച്ച പല ബുക്കുകളിലും ഫോറിൻ ലാംഗ്വേജസിലുള്ള ഇന്ത്യക്കാരുടെ കൃതികളായിരുന്നു. അതിലൊക്കെ ഞാൻ കണ്ടപ്പം എനിക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഭാരതീയയായ എനിക്ക് അവരെ കൊണ്ട് പറ്റുന്ന അത്രയും സഹായം ചെയ്യണം. ഫോറിനിൽ താമസിക്കുന്നു. അതെ അതെ. അതുമാത്രമല്ല, പലതരം ആൾക്കാർ, അതായത് ഭാരതീയരായത് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ വേറൊരു രാജ്യത്ത് താമസിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ എതിർക്കാതെ അവിടെ നിന്ന് അവരെ സേവിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം.
അതിനാണ് IFS എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അല്ലാത്ത ഭാരതീയരെ മറ്റു രാജ്യങ്ങളിൽ പോയി പാർക്കുന്ന അവരെ സേവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോളുടെ ജാനകിയോ? ജാനകി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാ. ഏതായാലും ജാനകിക്ക് ടീച്ചർ ആവാനാണ് മോഹം. ടീച്ചറാണെങ്കിൽ ഏതാ സബ്ജക്ട്? അത് ഇന്നൊന്നുമില്ല, ഏതെങ്കിലും. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മലയാളം. മലയാളത്തിലെ ഗ്രാമർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേട്ടിട്ടുണ്ടോ? ഇല്ല, വലിയ കുഴപ്പമില്ല, മോൾക്ക് എളുപ്പമാണ്. ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, തങ്ങളുടെ ഗൃഹത്തിലെത്തി ശാശ്വത ഭിക്ഷ സ്വീകരിക്കുവാൻ ദ്രോണരോട് പറഞ്ഞതാര്? A. ഭീഷ്മർ, B. കൃപർ, C. യുധിഷ്ഠിരൻ, D. ദുര്യോധനൻ. Your timer starts now. ഓപ്ഷൻ B കൃപർ. ഉറപ്പാണോ? അതെ. ആലോചിക്കണോ? ഇല്ല. ഉറപ്പാണല്ലോ? സംശയമില്ലല്ലോ? B കൃപർ ലോക്ക് ചെയ്യൂ. സംശയം ഇല്ല എന്നാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. ഉറപ്പാണെന്നാണ് പറഞ്ഞത്. അല്ല, ഇതിലിപ്പോ യുധിഷ്ഠിരന്റെയും ദുര്യോധന്റെയും ഗുരുവാണ് ദ്രോണര്. അതിലാരെങ്കിലും ഒരാളാവാൻ വഴിയില്ലേ? സ്വന്തം ഗുരുവിന് തന്നെ ഭിക്ഷ കൊടുക്കാൻ ശിഷ്യന്മാരൊരുങ്ങൂ. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, ബ്രദറിലോ ആണ്. അവ ഭിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവര് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞപ്പോൾ കൃപരുടെ വീട്ടിൽ ഒന്ന് താമസിച്ചു കൊള്ളാൻ പറഞ്ഞത് കൃപരാണ്. ഏതായാലും നോക്കാം. B കൃപർ ശരിയോ തെറ്റോ? തെറ്റി. ഞാൻ പറഞ്ഞില്ലേ, C യുധിഷ്ഠിരനാണ്. ഞാൻ ചോദിച്ചതാ യുധിഷ്ഠിരനോ ദുര്യോധനോ എന്ന്. ഏതായാലും 4ാമത്തെ ചോദ്യം നിങ്ങൾക്കൊരു ചെറിയ തെറ്റ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അല്ലേ? സാരമില്ല, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഒരു വലിയ ഒരു ഗ്രന്ഥമാണ്, അതിൽ ഇങ്ങനത്തെ തെറ്റുകൾ പറ്റും. നത്തിങ് ടു വറി.